വേൾഡ് കപ്പ് കണ്ടിട്ട് കിടന്നപ്പോൾ 4 മണിയായല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ 8 മണിയായി. അതുകൊണ്ട് പിന്നെ രാവിലെ വാക്കിംഗ് പിന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ മോനും ബ്രേക്ക്ഫാസ്റ്റ് വേണമല്ലോ, അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, പിന്നെ ലഞ്ച് കൊടുത്തു വിടണം. എന്തെങ്കിലും ചെറിയ ലഞ്ച് ആക്കാമെന്ന് വെച്ച്, ഐ മീൻ മിനി ലഞ്ച്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ മാവ് എടുത്തു വെച്ചു. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാവും അറിയാം. നല്ല പൊങ്ങിയിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് പൊങ്ങിയൊക്കെ ഫെർമെൻ്റ് ആയിട്ട് ഇരിക്കുന്ന മാവ്. അപ്പം പിന്നെ പുതിനയുടെ ഇല ലീഫ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ അതും എടുത്തു വെച്ചു പുതിന ചട്നി ഉണ്ടാക്കാനായിട്ട്. സോ മിൻറ്റ് ചട്നി. സോ അങ്ങനെ ഇഡ്ഡലി റെഡിയാക്കി. നല്ല സോഫ്റ്റ് ആയിരുന്നു. പിന്നെ അതുകൂടെ തന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഏത്തയ്ക്ക സ്റ്റീം ചെയ്തു. പിന്നെ അതിൻ്റെ ചട്നി ഉണ്ടോ, നല്ല ചട്നി നന്നായിട്ട് ചെയ്തു. തേങ്ങയും മിൻറ്റും പിന്നെ പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. മിൻറ്റ് ചട്നി നന്നായിട്ട് ചെയ്തു. അതിനെ കടുകൊക്കെ വറുത്ത് നന്നായിട്ട് നല്ല പ്രസൻറ്റേഷനൊക്കെ ചെയ്ത് അതിനെ ടേബിളിൽ എടുത്ത് വെച്ചിട്ടോ. സോ അങ്ങനെ അത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു എഗ്ഗ് കഴിച്ചായിരുന്നു. എടുത്തില്ല, ഒരു എഗ്ഗ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ വെള്ളം ഞാനുണ്ടല്ലോ, ഈ ഉലുവ ഇട്ട വെള്ളം, ചിലപ്പോൾ ഒക്കെ തിളച്ച വെള്ളത്തിൽ ഉലുവ ഇടും, അല്ലെങ്കിൽ ഉലുവ ഇട്ട് തിളപ്പിക്കും, ചിലപ്പോൾ ജീരകമായിരിക്കും. സോ എന്താണെങ്കിലും ഞാനത് ചിലപ്പോൾ ഒക്കെ ഞാൻ അയമോദകവും ജീരകവും ഒക്കെ ഒരുമിച്ചിടാറുണ്ട്. സോ കരിഞ്ജീരകം ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വെള്ളത്തിന്. മോസ്റ്റ്ലി ഈ ഉലുവയാണ്. എന്താണെന്ന് വെച്ചാൽ ഡയബറ്റിക് കുറച്ചുണ്ടല്ലോ ഷുഗർ. അപ്പോൾ അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് അങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ ഉടനെ അവന് കൊണ്ടുപോകാനായിട്ട് ഞാൻ അവിടുത്തെ റൈസ് വെച്ചു. ഞാൻ ഫ്രഷായിട്ട് റൈസ് വെച്ചിട്ട് പുളിയോഗര പൗഡർ ഉണ്ടായിരുന്നേ. പുളിയോഗര പൗഡർ ഇത് ജസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞുതരാം. അല്ലെങ്കിൽ വളരെ എളുപ്പം ഉണ്ടാക്കാനായിട്ട്. കടായി വെച്ചിട്ട് അതിനുള്ള ആ കണ്ടൻറ്റ് അങ്ങോട്ട് ഇട്ടാൽ മതി. പക്ഷെ ഞാൻ കുറച്ച് ജീരകവും കടുകും കരിവേപ്പിലയും ഉണക്കമുളകൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ അതിൽ ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. മലയാളികൾക്ക്, അതായത് നമ്മുടെ വെളിയിലൊക്കെ പോകുന്നവർക്ക് അറിയാം. പിന്നെ നമ്മൾ നാട്ടിലങ്ങനെ ഉണ്ടാക്കാറില്ലല്ലോ പുളിയോഗര. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കാനൊക്കെ നല്ലതാണ്. അതിനൊരു സൈഡ് ഡിഷൊന്നും വേണ്ട. അപ്പോൾ അത് ഉണ്ടാക്കി പാക്ക് ചെയ്ത് അതിൻ്റെ കൂടെ 2 ചെറിയ ബനാനയും കൂടെ വെച്ചിട്ടാണ്, പഴവും കൂടെ വെച്ചിട്ടാണ് ഞാൻ ലഞ്ച് കൊടുത്തു വിട്ടത് കേട്ടോ. ആ പാക്കറ്റ് ഞാൻ കാണിച്ചു തരാം. സോ നന്നായിട്ട് മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ലൈറ്റ് സിമ്മിൽ വെക്കാവുള്ളൂ. അല്ലെങ്കിൽ ചോറ് അധികം വേഗരുത് കേട്ടോ. ലെമൺ റൈസ് ആണെങ്കിലും പുളിയോഗരയ്ക്കാണെങ്കിലും അങ്ങനെയുള്ള വെറൈറ്റി റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ചോറ് അധികം വെന്ത് പോകരുത്, പിന്നെ ശരിയാകത്തില്ല, ടേസ്റ്റ് വരത്തില്ല കേട്ടോ. പിന്നെ നന്നായിട്ട് കറിവേപ്പിലയൊക്കെ യൂസ് ചെയ്യുക, അതെന്തിനാണെങ്കിലും നല്ല ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അതാണ് പുളിയോഗര. സോ അങ്ങനെ അതായിരുന്നു മോർണിംഗിലെ എൻ്റെ ഡിഷസ്. അങ്ങനെയായിരുന്നു. പിന്നെ എനിക്ക് ഉച്ചക്കലത്തേക്ക് സാമ്പാറുണ്ടായിരുന്നു, കുറച്ച് തോരൻ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ ഇന്നലെ വെച്ചത്. അതുകൊണ്ട് ഞാൻ അത് അപ്പം തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് അത് ചൂടാക്കി എടുക്കാമല്ലോ എന്ന് വെച്ചു. അപ്പോൾ അതാണേ. അപ്പോൾ താങ്ക് യു സോ മച്ച്.